മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ റാണയെ ഡൽഹി NIA ആസ്ഥാനത്ത് ചോദ്യം ചെയ്യുന്നു. 12 ഉദ്യോഗസ്ഥരടങ്ങിയ സംഘമാണ് സുപ്രധാന വിവരങ്ങൾ തേടി ചോദ്യം ചെയ്യൽ തുടരുന്നത്. ഭീകരതയ്ക്ക് എതിരായ ഇന്ത്യയുടെ ഏത് നീക്കത്തിനും ഒപ്പം ഉണ്ടാകുമെന്ന് തഹാവൂർ റാണയെ കൈമാറിയതിന് പിന്നാലെ അമേരിക്ക വ്യക്തമാക്കി. ഡൽഹി പട്യാല ഹൗസ് കോടതിയിലെ നടപടികൾ പൂർത്തിയാക്കി പുലർച്ചെ 3 മണിയോടെ തഹാവൂർ റാണയെ NIA ആസ്ഥാനത്ത് എത്തിച്ചു. NIA DG സദാനന്ദ് ദത്തയുടെ നേതൃത്വത്തിലുള്ള സംഘം രാവിലെ മുതൽ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടുണ്ട്. 18 ദിവസത്തെ കസ്റ്റഡി കാലാവധിക്കിടെ വിവിധ ഇന്റലിജൻസ് ഏജൻസികളും റാണയെ ചോദ്യം ചെയ്യും. മുംബൈ ഭീകരാക്രമണം പദ്ധതിയിട്ട ശേഷം റാണയും ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയും ഇന്ത്യയിലേക്ക് നടത്തിയ യാത്രകളെയും കണ്ട് സംസാരിച്ച ആളുകളെയും കുറിച്ച് വിശദമായി അന്വേഷിക്കും. റാണയും ഹെഡ്ലിയും തമ്മിലുള്ള ചില സംഭാഷണങ്ങളുടെ വിവരങ്ങൾ NIAയുടെ കയ്യിലുണ്ട്. ആക്രമണം നടത്തിയ ലഷ്കർ ഭീകരർക്ക് പാകിസ്ഥാന്റെ ഉന്നത ബഹുമതിയായ നിഷാനി ഹൈദർ നൽകണമെന്ന് റാണ ഹെഡ്ലിയോട് ആവശ്യപ്പെട്ടെന്ന് അമേരിക്ക പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു. മുംബൈയിൽ കൊല്ലപ്പെട്ടവർക്ക് നീതി ഉറപ്പാക്കാനാണ് റാണയെ ഇന്ത്യക്ക് കൈമാറിയതെന്ന് അമേരിക്കൻ വിദേശകാര്യ വക്താവ് വിശദമാക്കിയിട്ടുണ്ട്. On April 9th, the United States extradited Tawahur Hussain Rana to India to face justice for his role in planning the horrific 2008 Mumbai terrorist attacks. കസ്റ്റഡി കാലാവധി കഴിഞ്ഞാൽ ഡൽഹിയിൽ തിഹാർ ജയിലിലാണ് റാണയെ പാർപ്പിക്കുക. മുംബൈയിൽ എത്തിക്കുമ്പോൾ ആദർ റോഡ് ജയിലിലെ 12ാം ബാരക്കിലാണ് പാർപ്പിക്കുക. മുംബൈയിൽ ഭീകരർക്കെതിരെ പോരാടി വീരമൃത്യു വരിച്ച സൈനികർ ഒരിക്കൽ കൂടി ഓർമ്മിക്കപ്പെടുന്നു. He was a person who helped Headley to establish in India and then select the places where they have to attack. കേസിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി അഡ്വക്കേറ്റ് നരേന്ദ്ര മാനിനെ നിയമിച്ചു. തഹാവൂർ റാണയ്ക്ക് വേണ്ടി ഡൽഹി ലീഗൽ സർവീസ് അതോറിറ്റിയിലെ പീയൂഷ് സച്ദേവ് ഹാജരാകും. മാതൃഭൂമി ന്യൂസ്.